നമസ്കാരം. ഇറാനിയൻ എണ്ണ വ്യാപാരത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞ് അമേരിക്ക ചൈനീസ് സ്ഥാപനങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചൈനയുടെ സന്നദ്ധതയെ ചൈന എടുത്തു പറഞ്ഞു. നിയമവിരുദ്ധമായ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഉപരോധങ്ങളുടെ ചൈന എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ചൈന അറിയിച്ചു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവനയുമായി രംഗത്തെത്തിയതും ചൈനയും ഇറാനും തമ്മിലുള്ള സാധാരണ വ്യാപാര സഹകരണത്തിൽ ഇടപെടുന്നതും അതിനെ ദുർബലപ്പെടുത്തുന്നതും അമേരിക്ക ഇതോടെ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്ക് അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് ചൈന. തടഞ്ഞുവെച്ച ടാങ്കറിൽ നിന്ന് ഇറാനിയൻ അസംസ്കൃത എണ്ണ സ്വീകരിച്ച് സൂക്ഷിച്ചതിന് ചൈനയിലെ ഹുയിഷോ തുറമുഖത്തുള്ള ഒരു അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്ന സംഭരണ ടെർമിനലിനെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ചൈനയുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് 2025 ജനുവരി അവസാനത്തോടെ മുമ്പ് സ്പിരിറ്റ് ഓഫ് കാസ്പർ ആൻഡ് നിക്കോള എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ നിയുക്ത ടാങ്കറിൽ നിന്ന് ഏകദേശം 1 ദശലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ടെർമിനലിൽ നിന്ന് ഇറക്കിയിരുന്നു. ഇറാന്റെ ഊർജ കയറ്റുമതി സുഗമമാക്കുന്നതിലും വരുമാന സ്രോതസ്സുകൾ നിലനിർത്തുന്നതിലും ചൈനീസ് ടെർമിനലുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇതിൽ പരിഭ്രാന്തരായതുകൊണ്ടും ഇറാൻ ചൈന ബന്ധം വളരുന്നതിൽ കാര്യമായി പേടിയുള്ളതുകൊണ്ടുമാണ് അമേരിക്ക ഇപ്പോൾ ഈ വെപ്രാളം കാണിക്കുന്നത്. ചൈനീസ് കമ്പനികളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപ്പര്യങ്ങളും ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ചൈന സ്വീകരിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ തന്റെ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷം സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിനിടെ 3 രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന സഖ്യത്തിന്റെ തെളിവായി ചൈന മുതിർന്ന ഇറാനിയൻ റഷ്യൻ ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിതി വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. നമ്മൾ സമാധാനത്തിനായി സമയം കണ്ടെത്തണം. രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കണം. ബലപ്രയോഗത്തെയും നിയമവിരുദ്ധ ഉപരോധങ്ങളെയും എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഭാവിയിലെ ഏതൊരു ചർച്ചയും മറ്റ് വിഷയങ്ങളിലേക്ക് വഴിതെറ്റരുതെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ചൈനയുമായും റഷ്യയുമായും സംസാരിച്ചതായി ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരിബാബാദി പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ചൈനയും റഷ്യയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആണവ ഇതര വിഷയങ്ങൾ ആണവ ചർച്ചകളുടെ ഭാഗമാകില്ലെന്ന് എല്ലായ്പ്പോഴും പറയുന്നുവെന്നും 3 രാജ്യങ്ങളുടെയും നിലപാട് ഇതാണെന്നും ഗരിബാബാദി പറഞ്ഞു. ആണവ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത 3 രാജ്യങ്ങളും നേരത്തെ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞിരുന്നു. ഏകപക്ഷീയ ഉപരോധങ്ങൾ നിയമവിരുദ്ധമാണെന്ന് അവർ അപലപിക്കുകയും ആണവോർജം സമാധാനപരമായി ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ അടിവരയിടുകയും ചെയ്തിരുന്നു. ലോകത്തിലെ മുൻനിരക്കാരായ രാജ്യങ്ങളെ കൂടെ നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെടാപ്പാട് പെടുമ്പോൾ തൊട്ടപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും ഒരുമിക്കുന്നത് അമേരിക്കയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നത് ഇതോടുകൂടി ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതിനിടയിൽ ഇറാനെതിരെ ഭീഷണികളുടെ ഭാഷ ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖൊമേനി മുന്നറിയിപ്പ് നൽകിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീചമായ പ്രവൃത്തി ചെയ്താൽ എതിരാളികളുടെ മുഖത്ത് കനത്ത അടി തന്നെ കിട്ടുമെന്നും തന്റെ പേർഷ്യൻ വർഷ പ്രസംഗത്തിൽ ആയത്തുള്ള ഖൊമേനി പറഞ്ഞു. ഇറാനുമായി ഇടപെടുമ്പോൾ ഭീഷണികൾ ഉപയോഗിച്ച് ഒരിക്കലും എവിടേക്കും എത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അവർ അറിയണമെന്നും ഖൊമേനി പറഞ്ഞു. രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ ഇത്തരം ക്രൂരതകളെയും ഭീഷണിപ്പെടുത്തലുകളെയും ഇറാൻ രാഷ്ട്രീയം ചെറുത്തു നിർത്തുന്നുവെന്ന് ആയത്തുള്ള ഖൊമേനി പറഞ്ഞു. തങ്ങളുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന പലസ്തീൻ ലെബനൻ പോരാളികളെ പിന്തുണയ്ക്കുന്ന നിലപാടും അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചു. ഇറാനിയൻ പ്രോക്സികളുടെ ശൃംഖലയായ ചെറുത്തുനിൽപ്പ് മുന്നണികളെക്കുറിച്ചുള്ള പാശ്ചാത്യ ചിത്രീകരണത്തെയും ഖൊമേനി തള്ളിക്കളഞ്ഞു. രാജ്യത്തിന് ഒരു പ്രോക്സി ഫോഴ്സ് ഇല്ലെന്നും എന്നാൽ മേഖലയിലെ ചെറുത്തുനിൽപ്പ് പോരാളികളെ പിന്തുണയ്ക്കുന്നുവെന്നും പറഞ്ഞു. മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളെ ഇറാനിയൻ പ്രോക്സികൾ എന്ന് വിളിക്കുമ്പോൾ അമേരിക്ക, യൂറോപ്യൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവരെ അപമാനിക്കുകയാണെന്നും ഖൊമേനി പറഞ്ഞു. പാശ്ചാത്യ നേതാക്കൾ യാഥാർത്ഥ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പലസ്തീനെ പിന്തുണച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളുടെ സർവകലാശാലകൾക്കുള്ള ധനസഹായം അവർ വെട്ടിക്കുറയ്ക്കുകയാണ്.
മുസ്ലിം ഇതര രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആയത്തുള്ള ഖൊമേനി പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം, ലെബനൻ, യമൻ എന്നിവ ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പ് മുന്നണിയുടെ രാഷ്ട്രങ്ങൾ അഴിമതി നിറഞ്ഞതും ദുഷ്കരവുമായ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തന്നെ എപ്പോഴും നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയിൽ അമേരിക്ക നിരന്തരം വ്യാകുലരാകുമ്പോഴും റഷ്യ പക്ഷേ ഇറാനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇറാനോട് സഹകരണം പ്രഖ്യാപിച്ച റഷ്യ ആണവായുധങ്ങൾ സ്വന്തമാക്കാനോ നിർമ്മിക്കാനോ ഉദ്ദേശമില്ലെന്ന ഇറാന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളെ അംഗീകരിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഏതൊരു ശക്തിയെയും എതിർക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഒരു സമ്മേളനത്തിൽ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രയേലോ ശ്രമിച്ചാൽ റഷ്യ സമാധാനപരമായ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടുമെന്നും വ്യക്തമാക്കിയിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഇറാനും സമാധാനപരമായ ആണവ മേഖലയും സമാധാനപരമായ ആണവോർജവും വികസിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിച്ചാണ് നടക്കുന്നതെന്നും പറയുകയുണ്ടായി. അമേരിക്കയുടെ പ്രൗഢിയൊക്കെ ഏറെക്കുറെ മങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ ശക്തികൾ ലോകത്തെ നയിക്കുമെന്ന ഭയമാണ് നിലവിലെ അബദ്ധങ്ങളൊക്കെ ചെയ്യാൻ അമേരിക്കയ്ക്ക് വഴിയൊരുക്കുന്നത്. അത് പക്ഷേ കൂടുതൽ അപകടത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നതെന്നതാണ് ഒരു സത്യം. നന്ദി.